ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കാല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 5 ക്വസ്റ്റ്യനും ഇതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹിസ്റ്റോറിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ബയോളജിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് DNA RNA. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ചെയ്ത് RNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഭാഗത്ത് നിന്ന് DNA RNA നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? എപ്പോഴും DNA കാണപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ? യുറാസിലാണ് അല്ലെ. DNA കാണപ്പെടാത്തതും RNA ഉള്ളതുമായ നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. അപ്പൊ ഏതൊക്കെയാണ് DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ? ഓർത്തു വയ്ക്കുക, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. മറിച്ച് നമ്മൾ RNA കേസിലേക്ക് വരികയാണെങ്കിൽ അഡിനിൻ ഉണ്ടാവും, അതുപോലെ തന്നെ യുറാസിൽ ഉണ്ടാവും, ഗ്വാനിൻ ഉണ്ടാവും, സൈറ്റോസിൻ ഉണ്ടാവും. അവിടെ എന്താണ്? നമ്മുടെ തൈമിന് പകരമാണ് RNA ഏത് കിടക്കുന്നത്? യുറാസിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തു വയ്ക്കാട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എന്താണ്? DNA എന്തുണ്ടായിരിക്കും? തൈമിൻ ഉണ്ടായിരിക്കും. RNA തൈമിന് പകരം എന്തായിരിക്കും? യുറാസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കാം. അപ്പൊ എന്താണ് ആൻസർ? DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്നതിന് ഉത്തരം ഏതാണ്? യുറാസിലാണ്. അപ്പൊ ആ DNA കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ടായിരിക്കും, ഓർത്തു വയ്ക്കുക, അഡിനിൻ ഉണ്ടായിരിക്കും, തൈമിൻ ഉണ്ടായിരിക്കും, അതുപോലെ ഗ്വാനിൻ ഉണ്ടായിരിക്കും, ആൻഡ് സൈറ്റോസിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ RNA കേസ് വരുമ്പോൾ ഈ തൈമിന് പകരം എന്തായിരിക്കും? യുറാസിലായിരിക്കും. അത്രമാത്രം ഓർത്തു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തില് നെയ്മീൻ എന്ന് ഓർക്കുക. അതായത് നെയ്തൽ ഭൂപ്രകൃതിയാണ്. നെയ്മീൻ എന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്താണ്? നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് താമസിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? മത്സ്യബന്ധനമായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? മത്സ്യബന്ധനമായിരുന്നു. നെയ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻ വിഭാഗത്തിൽ പെട്ടതല്ലേ. സോ അങ്ങനെ ഓർത്തു വയ്ക്കുക. അപ്പൊ നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? മത്സ്യബന്ധനമായിരുന്നു. ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം എന്നായിരുന്നു? വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നായിരുന്നു? 1969 ജൂലൈ 19 ആദ്യമായിട്ട് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്. എത്രത്തോളം ബാങ്കുകളാണ് ആദ്യമായി ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത് അല്ലെ. അപ്പോ ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. വർഷം ഓർത്തു വയ്ക്കുക, 1969 ജൂലൈ 19. എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഓക്കെ, 50 കോടി മൂലധനം. ഓക്കെ, 50 കോടി മൂലധനം അതിലേറെയുള്ള ബാങ്കുകളെയാണ് ആദ്യമായിട്ട് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15. ഓക്കെ, ഈ 2 ഷാർപ്പ് ഡേറ്റുകൾ ഓർത്തു വെക്കണം കേട്ടോ. പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആദ്യത്തെ ദേശസാൽക്കരണം 1969 ജൂലൈ 19 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 50 കോടിയിലേറെ മൂലധനം ഉള്ള ബാങ്കുകളെയാണ് ആദ്യഘട്ട ദേശസാൽക്കരണം നടത്തിയത്. രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടത്തില് 200 കോടി മൂലധനം അധികമുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടത്തിയത്. ഓക്കെ, അപ്പൊ ആ 2 ഷാർപ്പ് ഡേറ്റുകൾ ഓർത്തു വയ്ക്കുക. 1969 ജൂലൈ 19, 1980 ഏപ്രിൽ 15 ഓർത്തു വയ്ക്കുക കേട്ടോ. ഓക്കെ, ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4. ചൈൽഡ് പോർണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അപ്പൊ ഇത്തരത്തില് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്, സെക്ഷൻസ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. എന്താണ് ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, വീഡിയോകൾ എടുക്കുക, അതൊക്കെ എന്തിൽ പെടും? ഈ സെക്ഷനിൽ പെടും. ചൈൽഡ് പോർണോഗ്രഫിയിൽ
അത് പറയുന്ന വകുപ്പ് സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 67B ആണ്. അപ്പൊ 67A എന്താണ്? 67A എന്താണ്? പോർണോഗ്രഫി അല്ലെ, അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ പ്രദർശിപ്പിക്കുക, പ്രചരണം നടത്തുക, അതൊക്കെ എന്തിൽ പെടും? 67A പെടും അല്ലെ. അപ്പൊ 67A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് എന്ന് നോക്കുക, തെറ്റാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ, അഡൾട്ട് അല്ലെ. B4 67B, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി എന്ന് ഓർക്കുക, അതായത് കുട്ടികളുടെ വീഡിയോസ്, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കുക, വീഡിയോ പ്രചരിപ്പിക്കുക, അതൊക്കെ ഏത് വകുപ്പിലാണ് പെടുക? 67Bയിൽ പെടും. ദെൻ ഹാക്കിംഗ് ചോദിക്കാറുണ്ട് അല്ലെ. 66 ആണെന്ത്? 66 ആണെന്ത്? നമ്മുടെ ഹാക്കിംഗ് വരുന്നത്. ഓക്കെ, 66 ആണ് ഹാക്കിംഗ് വരുന്നത്. ദെൻ 66A എന്താണ് വരുന്നത്? ആക്ഷേപകരമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് ഏതിൽ പെടും? 66Aയിൽ പെടും. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ LDC മെയിൻലി ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് വയലേഷൻ ഓഫ് പ്രൈവസി, അത് ഏത് വകുപ്പിലാണ് പെടുന്നത്? ഏത് വകുപ്പിലാണ് പെടുക? അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 66Eയിലാണ് പെടുന്നത്. ഏതിലാണ് പെടുക? 66Eയിലാണ് പെടുക, വയലേഷൻ ഓഫ് പ്രൈവസി. അപ്പൊ സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള രണ്ട് വകുപ്പുകൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? 67A, 67B. A ഫോർ അഡൾട്ട് പോർണോഗ്രഫി ആൻഡ് 67B, B ഫോർ ബേബി എന്ന് ഓർക്കുക, അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അതുപോലെ തന്നെ വീഡിയോകൾ പ്രചരിപ്പിക്കുക. ഓക്കെ, അപ്പൊ അതെന്താണ്? ചൈൽഡ് പോർണോഗ്രഫിയിലാണ് പെടുന്നത്. സെക്ഷൻസ് ഓർത്ത് വെക്കുക. 66 ഹാക്കിംഗ്, അതുപോലെ ഇപ്രാവശ്യത്തെ എക്സാമിന് LDC മെയിൻലി ചോദിച്ചതാണ് 66E എന്തിലാണ് പെടുന്നത്? വയലേഷൻ ഓഫ് പ്രൈവസി ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി സോറി, ഇവിടെ മാഞ്ഞു പോയതാണ്. ഭരണഘടന എന്നാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ്? ഭാഗം 20 ആണ്. അനുച്ഛേദം എത്രയാണ്? 368 ആണ്. ഓക്കെ, ഭാഗം 20 ആണ്, അനുച്ഛേദം 368 ആണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഉൾക്കൊണ്ടിട്ടുള്ളത് എവിടുന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. എവിടുന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ദെൻ ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണുള്ളത്? പാർലമെന്റിന് മാത്രമാണ് ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള അധികാരമുള്ളത്. അതും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 ആണ്. അനുച്ഛേദം എത്രയാണ്? 368 ആണ്. കടമെടുത്തിരിക്കുന്നത്, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമാണുള്ളത്? പാർലമെന്റിന് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം അല്ലെ. DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഏതാണ്? യുറാസിലാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആൻസർ നിങ്ങൾ ഒപ്പം പറയാൻ ശ്രമിക്കുക കേട്ടോ. ഏതാണ്? യുറാസിലാണ്. അപ്പൊ DNA കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNAയുടെ കേസ് വരുമ്പോൾ തൈമിന് പകരം ഏതായിരിക്കും? യുറാസിലായിരിക്കും. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്താണ്? നെയ്മീൻ എന്ന് ഓർക്കുക. മീൻ എന്ന് പറയുന്നത് മത്സ്യങ്ങളിൽ പെട്ടിട്ടുള്ളതല്ല. അപ്പൊ നെയ്തൽ പ്രദേശത്തെ ഉപജീവന മാർഗം എന്താണ്? മത്സ്യബന്ധനമായിരുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം എന്നാണ്? 1969 ജൂലൈ 19. രണ്ടാം ഘട്ടം 1980 ആയിരുന്നു. അതും ഒന്ന് ഓർത്ത് വെക്കുക. പ്രധാനമന്ത്രി 1980 ഏപ്രിൽ 15 കേട്ടോ. ഷാർപ്പ് ഡേറ്റ് തന്നെ പഠിച്ചു വെക്കണം. പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതും ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യഘട്ടത്തിലെ 14 ബാങ്കുകളെയും രണ്ടാം ഘട്ടത്തിലെ 6 ബാങ്കുകൾ, മൊത്തം 20 ബാങ്കുകളെയാണ് ഇത് 2 ഘട്ടമായിട്ട് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് പോർണോഗ്രഫിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഏതാണ്? 67B ആണ്. അഡൾട്ട് പോർണോഗ്രഫി 67A ആണ്. ദെൻ 66E എന്ന് ഓർത്ത് വയ്ക്കുക, വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അത് പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ LDCക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 ആണ്. അനുച്ഛേദം 368 ആണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത് ആശയം. ദെൻ പാർലമെന്റിൽ മാത്രമാണ് ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള അധികാരമുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 5 ചെറിയ ക്വസ്റ്റ്യൻസ്, എന്നാലും എക്സാമിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ദെൻ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ അയക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും